ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാണാനും കഴിക്കാനും ഒരുപാട് വ്യത്യാസമുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. ബ്ലഡിലെ HB ലെവലും അയണും എല്ലാം ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ഈത്തപ്പഴം കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പുഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ഈ പുഡിങ്ങിൽ കഴിക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടിയിട്ടും പുഡിംഗ് കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് സാബൂനരി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം നമുക്ക് പുഡിങ്ങിലേക്കുള്ള ഈത്തപ്പഴം തിളച്ച വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വേണ്ടിയിടണം. ഞാൻ 250 ഗ്രാം ഈത്തപ്പഴം കുരൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. എണ്ണം പറയുകയാണെങ്കിൽ 40 ഈത്തപ്പഴം ഉണ്ട് ഇതിലേക്ക് 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വേണ്ടി വെക്കാം. ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ നന്നായി കുതിർന്നു കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് സാബൂനരി ഒന്ന് വേവിച്ച് ഊറ്റിയെടുക്കാം. ഞാൻ 1 കപ്പ് സാബൂനരി എടുക്കുന്നുണ്ട്. സാബൂനരി കഴുകി കുറച്ചധികം വെള്ളത്തിൽ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. പലർക്ക് സാബൂനരി എന്ന് പറയുമ്പോൾ മനസ്സിലാവാറില്ല അതെന്താന്ന്. ഇതിന് ചൊവ്വരി എന്നും പറയാറുണ്ട് കേട്ടോ. മലയാളത്തിൽ ഇനി വേറെ വല്ല പേരുണ്ടോയെന്ന് അറിയില്ല. ഇപ്പം സാബൂനരി നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് ഊറ്റിയെടുക്കാം. ഊറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിലെ പശയൊക്കെ നന്നായി പോകും. ഇനി ഒരു പാത്രത്തിൽ 3/4 ലിറ്റർ പാല് തിളപ്പിക്കാൻ വേണ്ടി വെക്കണം. അതിലേക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. ഇനി അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇതിപ്പോൾ എൻ്റെ ചൈന ഗ്രാസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന പുഡിങ്ങിൻ്റെ 3ാമത്തെ വീഡിയോ ആണ്. അതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം ആദ്യമായിട്ട് എൻ്റെ ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് വീണ്ടും പറയാണ്. 1 ലിറ്ററിലേക്ക് ഏകദേശം 10 ഗ്രാമാണ് ചൈന ഗ്രാസ് ചേർക്കാറുള്ളത്. ഇതിൽ ഞാൻ 3/4 കപ്പ് തേങ്ങാപ്പാൽ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 2ൻ്റെ അളവ് കണക്കാക്കിയിട്ടാണ് 10 ഗ്രാം ചൈന ഗ്രാസ് ചേർത്തിരിക്കുന്നത്. ഇതിന് മുന്നേ ചൈന ഗ്രാസ് ഉപയോഗിച്ചുണ്ടാക്കിയ പുഡിങ്ങിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കണേ. ഇപ്പോൾ ചൈന ഗ്രാസ് എല്ലാം നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഈത്തപ്പഴം ആ കുതിർക്കാൻ ഉപയോഗിച്ച വെള്ളം ചേർത്തിട്ട് തന്നെ നന്നായി ഒന്ന് അരച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഈത്തപ്പഴം അരച്ച മിക്സിയിൽ തേങ്ങാപ്പാൽ വെച്ചൊന്ന് കുലുക്കിയിട്ടാണ് ഞാൻ ചേർത്തത്. ഞാൻ ടിന്നിൽ വരുന്ന തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല കട്ടിയുണ്ട് തേങ്ങാപ്പാൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പശുവിൻ പാൽ മാത്രം ചേർത്തിട്ടുണ്ടാക്കാം. പക്ഷേ ടേസ്റ്റ് തേങ്ങാപ്പാൽ കൂടെ ചേർക്കുമ്പോൾ തന്നെയാണ് ആ ഈത്തപ്പഴവും തേങ്ങാപ്പാലും കൂടെയുള്ള ഒരു കോമ്പിനേഷൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ പരമാവധി തേങ്ങാപ്പാൽ ഒഴിവാക്കാതിരിക്കാൻ നോക്കുക. ഇനി നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സാബൂനരി ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. മധുരത്തിനായിട്ട് മിൽക്ക് മെയ്ഡാണ് ഞാൻ ചേർക്കുന്നത്. പുഡിങ്ങിലേക്കൊക്കെ പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും. ഞാനൊരു ടിന്ന് മുഴുവനായിട്ടും ചേർക്കുന്നുണ്ട്. നമ്മൾ സാബൂനരിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് മധുരം സാധാരണ പുഡിങ് ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചധികം ചേർക്കേണ്ടി വരും. എന്നാലാണ് പുഡിങ്ങൊക്കെ സെറ്റായി വരുമ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടാകൂ. ഇനി നമുക്ക് പുഡിങ്ങിലേക്കുള്ള ബദാം തൊലി കളഞ്ഞതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ബദാം ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. ബദാം വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ തന്നെ പെട്ടെന്ന് അതിൻ്റെ തോല് കളഞ്ഞിട്ടും. ചോപ്പ് ചെയ്തെടുത്ത ബദാം പുഡിംഗ് മിക്സിലേക്ക് ചേർത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ മിക്സ് നമുക്ക് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രങ്ങളിലേക്ക് മാറ്റാം. ചൈന ഗ്രാസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. ചൂട് നന്നായി ആറിയാൽ ഫ്രിഡ്ജിൽ 1-2 മണിക്കൂർ വെച്ച് തണുപ്പിച്ച് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം.
അപ്പോൾ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഈ പുഡിംഗ് എല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. മിക്ക കുട്ടികൾക്ക് ഈത്തപ്പഴമൊക്കെ വെറുതെ കഴിക്കാൻ മടിയായിരിക്കും. അവർക്കൊക്കെ ഈ ഒരു പുഡിംഗ് നല്ല ഇഷ്ടത്തോടു കൂടെ കഴിക്കാൻ പറ്റും. അവർക്ക് വേണ്ട വിറ്റാമിൻ കുറേയൊക്കെ ഇതിൽ നിന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത്. ഇൻഷാ അല്ലാ അടുത്ത ടേസ്റ്റിയും ഈസിയുമായ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്. അസ്സലാമു അലൈക്കും.